സദൃശ്യവാക്യങ്ങൾ അധ്യായം 16. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വായിൽ നിന്നുള്ള ഉത്തരം ദൈവത്തിൽ നിന്നുള്ളതുമാകുന്നു. ഒരു മനുഷ്യന്റെ നോട്ടത്തിൽ അവൻ്റെ വഴികളെല്ലാം വെടിപ്പുള്ളവയായി തോന്നും. ദൈവമോ വഴികൾ ക്രമപ്പെടുത്തുന്നു. നിന്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക, നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ദൈവം എല്ലാറ്റിനെയും തന്നെ അനുസരിക്കുന്നവർക്കായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും നിഗളി ദൈവത്തിന് വെറുപ്പാകുന്നു. കൂട്ടുകാരനെ കയ്യേറ്റം ചെയ്യുന്നവൻ്റെ തിന്മയ്ക്ക് ക്ഷമയില്ല. കരുണയും സത്യവും കൊണ്ട് അകൃത്യം ക്ഷമിക്കപ്പെടുന്നു. ദൈവഭക്തി മൂലം മനുഷ്യർ തിന്മയിൽ നിന്ന് വിട്ടകലുന്നു. ഒരു മനുഷ്യന്റെ വഴികൾ ദൈവത്തിന് പ്രസാദകരമായി കഴിഞ്ഞാൽ അവൻ്റെ ശത്രുക്കളോട് അവൻ പ്രതികാരം ചെയ്യും. ന്യായരഹിതമായ വലിയ ആദായത്തേക്കാൾ നീതിയോടുകൂടെയുള്ള അല്പമാണ് വിശേഷതരം. മനുഷ്യന്റെ ഹൃദയം അവൻ്റെ വഴിയെ കണക്കുകൂട്ടുന്നു, എന്നാൽ ദൈവമത്രേ അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത്. രാജാവിൻ്റെ അധരങ്ങളിൽ ഒരു ദിവ്യ വചനമുണ്ട്. വിധി പ്രസ്താവിക്കുമ്പോൾ അവൻ്റെ നാവ് പിഴയ്ക്കുന്നുമില്ല. ഒത്ത തൂക്കവും തുലാസും ദൈവത്തിനുള്ളവ. സഞ്ചിയിലെ തൂക്കുകട്ടകളൊക്കെയും അവൻ്റെ പണിയാകുന്നു. ദുഷ്ടത ചെയ്യുന്ന രാജാക്കന്മാർ കൊള്ളാവുന്നവരല്ല. എന്തെന്നാൽ നീതിയിലത്രേ സിംഹാസനങ്ങൾ ഉറച്ചിരിക്കുന്നത്. നീതിയുള്ള അധരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേര് പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജകോപം മരണദൂതനെ പോലെയാകുന്നു, എന്നാൽ വിജ്ഞാനനായ മനുഷ്യൻ ആ കോപം ശമിപ്പിക്കും. രാജാവിൻ്റെ മുഖ്യ പ്രസന്നതയിൽ ജീവനുണ്ട്. അവൻ്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘതുല്യമാകുന്നു. സ്വർണം സമ്പാദിക്കുന്നതിലും വിശിഷ്ടമാണ് ജ്ഞാനം സമ്പാദിക്കുന്നത്. വിവേകം ലഭിക്കുന്നത് മേൽത്തരം വെള്ളിയേക്കാളും വിശിഷ്ടം. നേരുള്ളവരുടെ വീതി തിന്മയിൽ നിന്നും വിട്ടുമാറുന്നു എന്നതത്രേ. തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. അധംപതനത്തിന് മുമ്പ് അഹങ്കാരവും നാശത്തിനു മുമ്പ് നിഗളവും. താണവരോടുകൂടി താഴ്മയുള്ള ആത്മാവോടെ ഇരിക്കുന്നതാണ് അഹങ്കാരികളോടുകൂടി കവർച്ച പങ്കിടുന്നതിലും മഹത്തരം. ഒരു കാര്യം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നവൻ നന്മ കണ്ടെത്തും. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെല്ലാം ഭാഗ്യവാനായിരിക്കും. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകം അറിയും. അധരധൈര്യം വിദ്യയെ വർദ്ധിപ്പിക്കും. വിവേകമുള്ളവന് അത് ജീവന്റെ ഒരു നീരുറവ തന്നെ. ഭോഷന്മാരുടെ ഉപദേശമോ ഭോഷത്വം തന്നെ. വിജ്ഞൻ അവൻ്റെ വദനത്തെ അറിയുന്നു. അവൻ്റെ അധരങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിജ്ഞാനമുള്ള വാക്കുകൾ തേൻകട്ട പോലെയാകുന്നു. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ആരോഗ്യവും തന്നെ. ചിലപ്പോൾ ഒരു മനുഷ്യന് ചൊവ്വായി തോന്നാറുണ്ട്, എന്നാൽ അതിൻ്റെ അന്ത്യം മൃത്യുവിൻ്റെ പാതകളത്രേ. ദുരിതപൂർണമായ മനസ്സ് വേദനിക്കുന്നു. സ്വന്തം വായിൽ നിന്ന് തന്നെ അവന് നാശം വരുന്നു.
നീതിയില്ലാത്തവൻ തിന്മയ്ക്കായി ചിന്തിക്കുന്നു. അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ വൃഥാ പീഡിപ്പിക്കുന്നു. ദ്രോഹിയായവൻ അവന്റെ അയൽക്കാരനെ വശീകരിച്ച് നല്ലതല്ലാത്ത വഴിയിൽ നടത്തുന്നു. അവൻ വക്രത മെനഞ്ഞുണ്ടാക്കുവാൻ കണ്ണടയ്ക്കുന്നു. അവൻ അധരങ്ങൾ ചലിപ്പിച്ച് ദോഷം വരുത്തുന്നു. നീതിയുടെ മാർഗത്തിലൂടെയുള്ള നരച്ചതര ശോഭയേറിയ കിരീടമാകുന്നു. പെട്ടെന്ന് കോപിക്കാത്തവൻ മഹാശക്തനേക്കാളും തന്റെ മനസ്സിനെ ഭരിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും വിശിഷ്ടനാകുന്നു. അത്യാഗ്രഹിയുടെ മടിയിൽ നറുക്കു വീഴുന്നു. അവന്റെ വിധി ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.